എന്റെ പൊന്നമ്മാവ എനിക്ക് ആരുടെ ഒന്നും വേണ്ട. ആർക്ക് എന്താന്ന് വെച്ചാൽ എടുത്തോട്ടെ. നമുക്കിപ്പോ തൽക്കാലം വീട്ടിൽ പോയി സംസാരിക്കാം. ഞാൻ അവളോട് എല്ലാം സംസാരിച്ചു. അവൾക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ വെറുതെ. ആരും പറഞ്ഞു കുഴപ്പമില്ലാന്ന്? ആദ്യം തന്നെ ആർക്കൊക്കെ എങ്ങനെയൊക്കെ വീതം വെക്കണമെന്ന് പറ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇന്നലെ വരെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടില്ലേ തനിക്കുണം പുറത്തു വന്നത്? അയ്യോ, ഓരോരുത്തർ ഇങ്ങനെ തനിക്കുണം കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഞാനായിട്ട് എന്തിനാ ബാക്കി വെക്കുന്നതെന്ന് വിചാരിച്ചിട്ടാ. മതി, നിർത്ത്. ആകെ 20 സെന്റ് സ്ഥലം. അതിൽ മുൻവശത്ത് 7 സെന്റ് മഞ്ജുവിന്, സൈഡിൽ 7 സെന്റ് ജയക്ക്, 6 സെന്റും വീടും മായക്ക്. അപ്പൊ മുന്നിലത്തെ 7 സെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വഴി എവിടെയാ? സൈഡിലൂടെ നടവഴി ഇട്ട് തരും. അത് സൈക്കിള് പോകാനുള്ള വഴി മതി എനിക്ക്. എനിക്ക് വീടിന്റെ മുറ്റത്ത് കാറ് കയറ്റിടണം. അതിന് നിനക്ക് കാർ എവിടെ? എന്തെങ്കിലും ഞാനൊരു ദിവസം കാറ് വാങ്ങിക്കുമല്ലോ. പിന്നെ നിങ്ങളുടെ ഈ പുച്ഛച്ചിരി വേണ്ട. നിന്നെയൊക്കെ പഠിപ്പിച്ച് ഈ നിലയിൽ ഇരുത്താമെങ്കിലേ എനിക്ക് കാറല്ല അതിന്റെ മുകളിൽ ചെയ്യാൻ പറ്റും. അവളുടെ ഒക്കെ ഒരു പുച്ഛം. ഞാൻ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഞാൻ ഉപ്പിട്ട് തരാം, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാ. ആ, എവിടെ എത്തി? പോര്, റോഡ് ബ്ലോക്ക് ആയിരിക്കും. അവിടെ നിന്ന് കയറുമ്പോഴേ ആർച്ച് കഴിഞ്ഞ ആദ്യം കാണുന്ന വീട്. നമുക്കിറങ്ങാം, വണ്ടി ഇപ്പൊ എത്തും. ആ, അമ്മാവനും പോകുന്നുണ്ട് എയർപോർട്ടിലേക്ക്. അപ്പോ നീ വരുന്നില്ലേ മോളെ? എനിക്ക് ക്ലാസ് എടുക്കാൻ പോകണ്ടേ അമ്മാവൻ? എന്നാലും അമ്മയെ അത്ര അയക്കാന് അതിന് നിങ്ങളൊക്കെ ഇല്ലേ കൂടെ, പിന്നെന്താ? ചേച്ചിക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടോ? എന്തായാലും ഇതൊക്കെ നടക്കണ്ടല്ലേ, പിന്നെ നല്ല ദേഷ്യമൊക്കെ. എന്നാലും നീ ഇവിടെ ഒറ്റക്കാവുന്നവർക്കും ഒരു വിഷമമുണ്ട് മോളെ. ആ വിഷമം ഇവർക്കില്ലല്ലോ അമ്മാവ. പ്രത്യേകിച്ച് എൻ്റെ അമ്മയ്ക്ക്. പിന്നെന്തിനാ അമ്മ വിഷമിക്കുന്നത്? ആ പോക്കുവരവിന്റെ പ്രമാണം എന്തായി അമ്മ? അതൊരു 2 ദിവസം കഴിഞ്ഞാൽ ശരിയാവും എന്നാ പറഞ്ഞ മോളെ. ശരി, നിങ്ങൾ ഇറങ്ങുമ്പോഴേ കഥക് പൂട്ടിയിട്ട് അവിടെ വെച്ചാൽ മതി. അമ്മയ്ക്ക് അറിയാലോ സ്ഥലം അല്ലേ? അപ്പൊ അമ്മയൊക്കെ പോകുന്നത് കാണാൻ മോള് നിക്കുന്നില്ലേ? അങ്ങനെ പോകുന്നത് കാണാൻ മാത്രമായിട്ട് എന്തിനാ അമ്മ ഞാൻ? ഇത്രയും നാളും നിങ്ങളൊക്കെ കാണാനും നോക്കാനും ഒക്കെ നിന്നുകൊണ്ടാ ഞാൻ ഒറ്റയ്ക്കായി പോയത്. ഒറ്റയ്ക്കായെന്ന് വെച്ചിട്ട് എൻ്റെ ജീവിതം അവസാനിച്ചിട്ടൊന്നുമില്ലല്ലോ. എനിക്കിനും ജീവിച്ചല്ലേ പറ്റുള്ളൂ അമ്മേ.